ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അലേഗ്ര സ്പേസ്. ഇന്ന് അലേഗ്ര സ്പേസിൽ ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് പെറ്റ്സിനെ, പ്രത്യേകിച്ച് കിറ്റനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക്.
ഞങ്ങൾ കിറ്റിന് കൊടുക്കുന്നത് വിസ്കസ് ആണ്. വിസ്കസ് മാത്രമല്ല പലതരത്തിലുള്ള ക്യാറ്റ് ഫുഡ് കൊടുക്കാറുണ്ട്. അതിലൊന്ന് വിസ്കസ് ആണ്. അപ്പോൾ ഇത് 1 വയസ്സിൽ താഴെയുള്ള കിറ്റിനാണ് വിസ്കസ് കൊടുക്കുന്നത്. അത് ട്യൂണ അതുപോലെ തന്നെ ചിക്കൻ ഇതിൻ്റെ ഫ്ലേവറിലുള്ള വിസ്കസ് അവൈലബിൾ ആണ്. ഇത് ജെല്ലിയുടെ രൂപത്തിലും പിന്നെ ഒരു ഗ്രേവി ആ ടൈപ്പിലും ഇത് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഫുഡ് പൂച്ചക്കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതാ കണ്ടില്ല, ഞങ്ങളുടെ കിറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ല സിൽക്കി ആയിട്ടുള്ള ഫർ ഉണ്ടാകും. അതുപോലെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ ഈ വിസ്കസ് ഞാൻ മേടിച്ചത് മൂവാറ്റുപുഴയിലെ ഫെലിക്കൻ പറഞ്ഞൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നാണ്. മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ടക്സിഡോ ക്യാറ്റുകളെ കുറിച്ച്. അത് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടോട് കൂടിയ കോട്ട് പോലെ ഒരു കോട്ട് ഇട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത്തരം ക്യാറ്റുകളാണ് ആക്ച്വലി ടക്സീഡോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവർ മറ്റ് ക്യാറ്റുകളുടെ വർഗ്ഗത്തിൽ വെച്ച് വളരെയധികം സ്പോർട്ടീവാണ്, വൈബ്രൻ്റ് ആണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാറ്റുകളാണ്. ഒരു ഹണ്ടറും കൂടിയാണ്. നല്ല ഹണ്ടേഴ്സാണ്. റൈഡിങ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ ഈ പൂജ കാണിക്കുന്നുണ്ടോ? എല്ലാ ക്യാറ്റുകളും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. എങ്കിലും ടക്സിയുടെ ക്യാറ്റുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ, അതുപോലെ ഷേക്സ്പിയർ, പിന്നെ ബീഥോവൻ, ഐസക് ന്യൂട്ടൺ, പിന്നെ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. ഇവരൊക്കെ വളർത്തിയിരുന്ന പൂച്ചക്കുട്ടിയാണ് ടക്സിഡോ. അതാ കണ്ടില്ല, ഞങ്ങൾക്കൊരു പുതിയ ഇലക്ട്രീഷ്യനെ കിട്ടിയിരിക്കുകയാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, കുറേ നേരമായി ഇതിൽ കിടന്ന് പണിയുന്നത്. ഇപ്പം ശരിയാക്കി തരും. ഓക്കേ, കറണ്ട് അടിക്കില്ലേ ബ്രൂസി. ഞങ്ങൾ ഇവരെ നൽകിയിരിക്കുന്ന പേരാണ് ബ്രൂസ്ലി. ബ്രൂസിന്ന് വീട്ടിൽ വിളിക്കും. ബ്രൂസിന്ന് വിളിച്ചാൽ എവിടെയുണ്ടെങ്കിലും ആൾ പാഞ്ഞോടി വരും. വീടിൻ്റെ ആ ഒരു പരിസരം വിട്ട് പുറത്തേക്കൊന്നും പോകാറില്ല. ടക്സീഡോ ക്യാറ്റ് ഭയങ്കര ഹണ്ടേഴ്സാണ്. എന്നാലും അവർ കൊന്നെടുക്കതേ ഉള്ളൂ, അത് കഴിക്കത്തില്ല. പാതി ജീവിയാക്കി ഇടും. ഇനി അത് ആ ജീവി അനങ്ങിയ ഒരടിയും കൂടെ കൊടുക്കുക. അങ്ങനെ ബ്രൂസി അത് കഴിക്കത്തില്ല ഒരിക്കലും ടക്സീഡോസ്. ഞങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ക്യാറ്റ് ഫുഡാണ് പ്യുവർ പെറ്റ്. ഇതും കിറ്റൻസിന് കൊടുക്കാവുന്ന നല്ലൊരു ഫുഡാണ്. ഇത് ഡ്രൈ ഫുഡാണ്. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള മറ്റൊരു ഫുഡാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ ആ കട്ടിയുള്ള ആ രോമം അതൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോവില്ല. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു ക്യാറ്റ് ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്യാറ്റിന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തോ പൂക്കളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റോസ്, ജാസ്മിനൊക്കെ വിരിയുന്ന ആ ഒരു ടൈമിൽ
അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും. അതിൻ്റെ ആ പൂവൊക്കെ ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കും. ഇപ്പം കണ്ടില്ലേ റോസ് ഭയങ്കര ഇഷ്ടമാണ്. ആ റോസിൻ്റെ കമ്പിലൊക്കെ പിടിച്ചിങ്ങനെ ഒന്ന് കുലുക്കും, രണ്ട് കൈയും കൂട്ടി ഒന്ന് കുലുക്കും. മുള്ള അതുകൊണ്ട് അധികം പണയത്തൊന്നുമില്ലേ. പിന്നെ ഇതുപോലെ സ്മെൽ ചെയ്ത് നോക്കും. ചിലപ്പോൾ ഇന്ന് കടിച്ച് തിന്നുന്നതൊക്കെ കാണാം. തിന്നൊന്നുമില്ല, എന്നാ കടിക്കും.